പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതക പ്രതിസന്ധിയിൽ വലഞ്ഞ് ജനം. സംസ്ഥാനത്ത് പകുതിയോളം ഹോട്ടലുകൾ അടച്ചു. സമാന്തര സംവിധാനങ്ങളെ ആശ്രയിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നാട്. വെച്ച് കത്തിച്ച് ചെറുതായിട്ടൊക്കെ ചൂടാക്കി പറക്കി അങ്ങനെ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ വന്ന് തിരിച്ചു പോവുകയാണ്, ഒന്നും കൊടുക്കാൻ പറ്റാഞ്ഞിട്ട്. നാളത്തെയും കൂടിയുള്ള ഓർഡറിനുള്ള ഗ്യാസ് നമ്മുടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുസ്തകമുള്ള കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. വേറെ വരുന്ന ഓർഡറുകളെല്ലാം നമ്മൾ നിരുത്സാഹപ്പെടുത്തി വിടുവാണ് ആളുകളെ. നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്തൊരു ഓർഡർ എടുത്തു വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. 2 ദിവസം കൂടി കഴിഞ്ഞ് ഗ്യാസിന്റെ ഇവിടുത്തെ ഗ്യാസിന്റെ തീരും അല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വിറകടുപ്പിലോട്ട് പോകേണ്ടുള്ള ഒരു അവസ്ഥയായി ഇപ്പം. നമ്മൾ ജോലിക്ക് പോകുന്നവർക്കാകുമ്പം രാവിലെ ജോലിയൊക്കെ തീർത്ത് അടുപ്പുമായിട്ട് വലിയ യുദ്ധത്തിന് പറ്റത്തില്ല. हम सुबह 8 बजे से खड़े हैं यहाँ पे. अब जो पहले का सिलेंडर लगा हुआ है वो तो है यहाँ पे. 27 तारीख से बुक है तो इसलिए आया ही नहीं सिलेंडर. मेरे को घंटा हो गया, बिल्कुल खाली है. अभी क्या चूल्हे पर रोटी बना रहे हैं. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ നിന്നും 40,000 മെട്രിക് ടൺ LPGയുമായി കപ്പൽ 2 ദിവസത്തിനകം ഇന്ത്യയിലെത്തും. നാവികസേനാ യുദ്ധക്കപ്പലിന്റെ അകമ്പടിയോടെയാണ് കപ്പൽ എത്തുന്നത്. വിവരങ്ങളുമായി കേരളത്തിലെ സാഹചര്യം വിശദീകരിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാറും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ചേരുന്നുണ്ട്. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, സംസ്ഥാനത്ത് സാഹചര്യം അതീവ ഗുരുതരമാവുകയാണ്. പ്രത്യേകിച്ച് വാണിജ്യ മേഖലയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാണ്. ഹോട്ടലുകൾ കൂടുതലായി താഴ്വീഴുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികൾ വിനേഷ്? ദിലീപ് കുമാർ, ഇപ്പോൾ പ്രധാനമായും നമുക്കറിയാം ഈ സാധാരണ കുറച്ച് ഹോട്ടലുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഗ്യാസ് ഉപയോഗിക്കാതെ, പാചകവാതകം ഉപയോഗിക്കാത്ത ഹോട്ടലുകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 50%, കേരളത്തിലെ 50%-ഓളം ഹോട്ടലുകൾക്ക് താഴ് വീണ് കഴിഞ്ഞിരിക്കുന്നു. അല്ലാത്തത് ഇപ്പോൾ ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പരമാവധി അടുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പഴയൊരു കാലത്തിലേക്ക് ഹോട്ടലുകളെല്ലാം തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇത് കുറച്ച് ദുഷ്കരമാണ് ഇതിൻ്റെ ജോലിയെങ്കിൽ പോലും. ഇങ്ങനെ പിടിച്ചു നിൽക്കാനാണ് ഇപ്പോൾ കോഫി ഹൗസിലാണ് ഞാനുള്ളത്, ഇവിടെ തിരുവനന്തപുരത്ത്. ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ പഴയ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പല ഐറ്റംസുകളും ഹോട്ടലുകളിൽ ഭക്ഷണം കിട്ടാതെയായി. ഇപ്പോൾ കോഫി ഹൗസിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാവട്ടെ, കോഫി ഹൗസ് ഉൾപ്പെടെയുള്ള ഹോട്ടലുകളിലാവട്ടെ, പല ഐറ്റംസും ദോശ പോലുള്ള മസാല ദോശയോ അല്ലെങ്കിൽ മറ്റുള്ള അത്തരത്തിലുള്ള ഐറ്റംസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലും ഇതേ ഒരു അവസ്ഥ തന്നെ ഉണ്ട്. മിക്ക ഹോസ്റ്റലുകളും ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലുകൾ പലതും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. പരീക്ഷയുടെ കാലമാണ്. അടുത്ത 2 മാസം മാത്രമാണ് വെക്കേഷൻ ഉള്ളത്. അതിനു മുമ്പ് തന്നെ ഈ ഹോസ്റ്റൽ ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല ക്ഷേത്രങ്ങളിലും അന്നദാനം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തുള്ള തിരുവല്ലം എല്ലാ ദിവസവും അന്നദാനം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പോലും ഇപ്പോൾ അന്നദാനം നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വഴിപാടും മറ്റു കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. ഇത്തരത്തിൽ പാചകവാതകത്തെ ആശ്രയിക്കുന്ന മേഖല കൂടുതൽ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നു. ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ്. പല ക്യാൻറ്റീനുകളും പല സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ക്യാൻറ്റീനുകൾ അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതെല്ലാം തന്നെ കാലങ്ങളായി ഗ്യാസിനെ ആശ്രയിച്ചാണ് ഉള്ളത്. ഇവിടെ എല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കേരളം പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രശ്ന പരിഹാരമാണ്, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയാണ് വേണ്ടത്. അതിനാവശ്യമായ പാചകവാതകം യഥാസമയം എത്തിക്കേണ്ടതുണ്ട്. വ്യാപകമായ ഒരു പൂഴ്ത്തിവെപ്പ് ഇതിനുള്ളിലുണ്ട്, ഇതിന് പിന്നിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് തടയുന്നതിനുള്ളൊരു നടപടി സിവിൽ സപ്ലൈസ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുമുണ്ട്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.